എൻ്റെ വരാന്തയിൽ കയറി മെഴുകാൻ വന്നാൽ ഒന്നോർത്തോളൂ, ഇത് വെറും ഒരു പെൺഡ്രൈവ് അല്ല, ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള വിസ്ഫോടനം തീർക്കാനുള്ള ആയുധമാണ്. ദീദിയുടെ ആ ആക്രോശം ബംഗാളിലെ രാഷ്ട്രീയ കോട്ടക്കൊത്തളങ്ങളിൽ തട്ടി അമിത്ഷായുടെ ഇടനെഞ്ചിൽ തറച്ചു. ഇത്രയും ശക്തമായി ആരും ആഭ്യന്തരമന്ത്രിക്കെതിരെ ആക്രോശിച്ചിട്ടില്ല. ഇക്കാലം അത്രയും പശ്ചിമ ബംഗാളിലെ ഒരു ചെറു കാറ്റ് പോലും ദീദിയുടെ പാളയത്തിൽ ദീദിക്കെതിരെ ഉയർന്നിട്ടില്ല. അതാണ് ദീദി എന്ന് ബംഗാൾ ജനത വിളിക്കുന്ന ബംഗാൾ പുലി മമതാ ബാനർജി. പക്ഷേ BJPക്ക് ഏതോ രാത്രി കണ്ട സ്വപ്നത്തിൻ്റെ പിൻബലത്തിൽ ഒരു ചെറിയ വ്യാമോഹം, പശ്ചിമ ബംഗാളും തൻ്റെ അധീനതയിൽ വരുത്തണം. കൊമ്പും കുഴൽവിളിയുമായി അധികാരത്തിൻ്റെ ഗർവുമായി ബംഗാളിലേക്ക് കുതിച്ചു അവർ. ദീദിയുടെ മണ്ണിൽ കാല് കുത്തുന്നതിന് മുൻപ് തന്നെ മമതയുടെ അന്ത്യശാസനം കിട്ടി BJPക്ക്. അതിൻ്റെ വൈരം കൊണ്ട് ഭരണാധികാരത്തിൻ്റെ ക്രൂദ്ധതയുമായി EDയെ പാളയത്തിലിറക്കി കേന്ദ്രം പണി തുടങ്ങി. പക്ഷേ അവിടെയും പാളി. അടിച്ച വടിയെടുത്ത് തിരിച്ചടിച്ചു മമതാ ബാനർജി. കൽക്കരി കുംഭകോണത്തിൻ്റെ പേര് പറഞ്ഞ് റെയ്ഡ് നടത്തി പശ്ചിമ ബംഗാളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ രഹസ്യങ്ങളടങ്ങിയ സ്ഥാനാർത്ഥി നിർണയ തീരുമാനങ്ങളുടെ ഫയലുകളും നിർണായകമായ ഹാർഡ് ഡിസ്കുകളും കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം. ED റെയ്ഡ് നടക്കുന്നതിനിടയിൽ അവിടെ പറന്നെത്തിയ ദീദി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. കേന്ദ്രം മാധ്യമങ്ങളോട് പറഞ്ഞ കൽക്കരി കുംഭകോണ കേസിലാണ് റെയ്ഡ് എന്നതാണ്. എങ്കിലും BJP ലക്ഷ്യം വയ്ക്കുന്നത് തൃണമൂലിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളടങ്ങിയ ഫയലുകൾ പിടിച്ചെടുത്ത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ തകർക്കുക എന്നതായിരുന്നു. ഇത് മനസ്സിലാക്കിയ മമതാ ബാനർജി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയായിരുന്നു. നിങ്ങൾ പറയുന്ന അതേ കൽക്കരി കുംഭകോണത്തിൽ അമിത്ഷായുടെ പങ്കിനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും ദാ ഈ പെൺഡ്രൈവിലുണ്ട്. ഞാനത് പുറത്തുവിട്ടാൽ അമിത്ഷാ മാത്രമല്ല BJPയുടെ അടിത്തറ തന്നെ ഇളകും. BJPയുടെ ഈ മൂന്നാംകിട രാഷ്ട്രീയ നീക്കം ബംഗാളിൽ പയറ്റണ്ട എന്നും അവർ പറഞ്ഞു. ഓർക്കുക അമിത്ജി, ഞാനൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഞാൻ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ നയിക്കുന്ന നേതാവ് കൂടിയാണ്. നിങ്ങൾ കളിക്കുന്ന ചീഞ്ഞ രാഷ്ട്രീയം പയറ്റാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയമല്ല എൻ്റേത്. ഞാനിരിക്കുന്ന കസേരയുടെ മാന്യത കൊണ്ടാണ് ഞാൻ ഇത്രയും മൗനം പാലിച്ചത് എന്ന താക്കീതാണ് മമതയുടെ വാക്കുകളിൽ നിന്നും ഉതിർന്നു വീണത്. ലക്ഷ്മണരേഖ മുറിച്ചു കടക്കാൻ നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കരുതെന്നും അവർ അന്ത്യശാസനം നൽകി. അവർ കൽക്കരി പണത്തെ കൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ ഉന്നം വയ്ക്കുന്നു. അതിൽ അമിത്ഷാ ആശ്വാസം കണ്ടെത്തുന്നു. പക്ഷേ ഞാനൊന്ന് വായി തുറന്നാൽ ആ പണം അമിത്ഷായിലേക്ക് ഒഴുകുന്നത് ഏത് രാജ്യദ്രോഹിയുടെ കൈകളിലൂടെയാണ് എന്നത് വെളിവാകും. BJP MP ജഗന്നാഥൻ സർക്കാരും ഇതിൽ ഉൾപ്പെടുന്നു എന്നും മമത പറഞ്ഞു. ജഗന്നാഥൻ വഴി സുബേന്ദു അധികാരിക്കും അമിത്ഷായിലേക്കും പണം എത്തുന്നു എന്നത് മമതാ ബാനർജി തുറന്നടിക്കുകയായിരുന്നു. തുടർന്ന് അമിത്ഷായ്ക്ക് മുന്നിലേക്ക് ചില ചോദ്യങ്ങൾ തൊടുത്തുവിട്ടു ദീദി. കൽക്കരി കള്ളക്കടത്ത് തടയുന്നതിൽ BSF CISF സേനകൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവർ ഉയർത്തിയത്. മമതാ ബാനർജി വെറുതെ കാടടച്ചു വെടിവെക്കുകയല്ല ചെയ്തത്. വ്യക്തമായ തെളിവുകൾ നിരത്തിയാണ് അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇല്ല, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനി എന്നെ നിങ്ങൾ ഉപദ്രവിക്കാനായി ബംഗാളിൻ്റെ മണ്ണിൽ കാല് കുത്തിയാൽ സൂക്ഷിച്ചോ, ഞാനിത് വെളിയിൽ വിടും എന്നും അവർ പറഞ്ഞു. നിങ്ങൾ മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിൽ കാണിച്ച രാഷ്ട്രീയ പാപ്പരത്വം ബംഗാളിൽ വിലപ്പോവില്ല. ആരെങ്കിലും എന്നെയോ എൻ്റെ ബംഗാളിനെയോ രാഷ്ട്രീയമായി ആക്രമിക്കാൻ മുതിർന്നാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? എൻ്റെ ശ്വാസം നിലച്ചാലും ഞാൻ ബംഗാളിനെ സംരക്ഷിച്ചു നിർത്തും. BJPയുടെ വർഗീയ വിഷം ബംഗാൾ പാടങ്ങളിൽ വിതയ്ക്കാൻ നിങ്ങൾ തുനിയണ്ട എന്നും അവർ ആഞ്ഞടിച്ചു. കഴിഞ്ഞ ദിവസം ED റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച ഡെറിക് ഒബ്രിയാൻ, മെഹുബ മൊയ്ത്ര തുടങ്ങിയ MPമാരെ അടക്കമുള്ള നേതാക്കളെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മമതാ ബാനർജി BJP കേന്ദ്ര നേതാക്കൾക്കെതിരെ കത്തിക്കയറിയത്. കരുത്തരെ വീഴ്ത്തി അഗ്നിശലഭമായി പതിറ്റാണ്ടുകളായി ബംഗാളിൻ്റെ ശബ്ദമായി ദീദി ബംഗാളിൻ്റെ ഹൃദയതാളം ആവുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും ഭരണം പിടിച്ചെടുത്ത് തൻ്റെ തട്ടകമാക്കി തൃണമൂൽ കോൺഗ്രസിനെ നട്ടു നനച്ചു വളർത്തിയ ബംഗാൾ പുലി ചീറ്റിയാൽ ഇന്ത്യ രാജ്യം ഒന്ന് കിടുങ്ങുമെന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഒറ്റയാൽ കുതിപ്പ് നടത്തി രാഷ്ട്രീയ വഴിത്താരകളിലെ തീപാറും പോരാട്ടങ്ങളിൽ വിജിഗീഷുവായി മുന്നേറിയ മമതയ്ക്ക് മുന്നിൽ എത്ര വളർന്ന BJP ആണെങ്കിലും അവർക്ക് പുല്ലുവില മാത്രമാണ്. അതുകൊണ്ടാണല്ലോ 12 വർഷക്കാലമായി മോദിയും അമിത്ഷായും മുക്രയിട്ട് കുതിച്ചിട്ടും ബംഗാളിൽ നിന്നും ഒരു കച്ചിത്തുരുമ്പ് പോലും പിടിച്ചെടുക്കാൻ BJPക്ക് കഴിയാതെ വന്നത്.
രാഷ്ട്രീയമായും ജനാധിപത്യ പ്രക്രിയയിലുമുള്ള തെരഞ്ഞെടുപ്പ് വഴിയും ഒരിക്കലും ബംഗാൾ പാതയോരങ്ങളിൽ BJPയുടെ കൊടിപാറിക്കാൻ കഴിയാത്ത BJP തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ആക്രമണ സ്വഭാവത്തോടെ പിടിച്ചടക്കലിന് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. കേന്ദ്രത്തിൻ്റെ മുഴുവൻ അക്ഷഹിണിപ്പടയെയും വിന്യസിപ്പിച്ച് ബംഗാൾ പിടിച്ചടക്കാൻ വന്നാലും BJPയെ താങ്ങി നിർത്തുന്ന ഏത് സംഘപരിവാർ സംഘടനയുടെ കടന്നുകയറ്റം വന്നാലും വർഗീയത മുറ്റിയ തീപ്പന്തങ്ങൾ ബംഗാൾ പാടങ്ങളിൽ തീ പടർത്താൻ തുനിഞ്ഞാൽ മുന്നിൽ നിന്നും അത് തടുക്കാൻ പ്രാപ്തിയുള്ള ഒരു പെൺപുലിയാണ് പശ്ചിമ ബംഗാളിൻ്റെ കരുത്തും BJPയുടെ പേടിയും. ഇന്ന് BJP രാഷ്ട്രീയമായി ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അവർ കരുതിയില്ല തലയുടെ ഉച്ചയ്ക്ക് തന്നെ അടിക്കാനുള്ള വടിയുമായി മമത അവിടെ കാത്തിരിപ്പുണ്ട് എന്ന്. ഒന്ന് പേടിപ്പിച്ചാൽ പശ്ചിമ ബംഗാളും തങ്ങളുടെ കാൽക്കീഴിൽ അമർത്താമെന്ന അധികാര ഗർവിൻ്റെ പത്തിക്ക് തന്നെ അടിയേറ്റ് വഴുതി വീണ അമിത്ഷായുടെ ഗതി ഇനി മമതയുടെ വലത് കൈപ്പത്തിക്കുള്ളിലെ ഇത്തിരി പോന്ന പെൺഡ്രൈവിൽ കുരുങ്ങിക്കിടക്കുകയാണ്. BJPക്കും അമിത്ഷായ്ക്കും മൂക്ക് കയറിട്ട് കാത്തിരിക്കുന്ന മമതയുടെ നീക്കം ഇനി എന്തായിരിക്കുമെന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിയിരിക്കുന്നത്. ഏതായാലും മോദിയും അമിത്ഷായും ബംഗാളിൽ കണ്ട സ്വപ്നം വെറും മലർപ്പൊടിക്കാരൻ്റേത് മാത്രമായി തകർന്നു. അതുമാത്രമല്ല, അമിത്ഷാ ശരശയ്യയിലുമായി. മമതയെ നിലക്ക് നിർത്താൻ കുതിച്ചെത്തി റെയ്ഡ് പുരോഗമിക്കവേ മുഖ്യമന്ത്രി മമത ഒരു പച്ച ഫയലുമായി അവിടേക്ക് കടന്നു വന്നു. തൃണമൂലിൻ്റെ ഓഫീസിൽ കയറി അതിസുപ്രധാന ഫയലും ഹാർഡ് ഡിസ്കും അവർ കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. മാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്കെടുത്ത് പറഞ്ഞു, തൃണമൂൽ കോൺഗ്രസിൻ്റെ അതിപ്രധാന ഫയലുകൾ ഭദ്രമാണ്. അവർ എന്നെ തകർക്കാൻ, എൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ വന്നതാണ്. ഇല്ല, ഞാൻ എൻ്റെ പാർട്ടിയെ സംരക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ED ഉദ്യോഗസ്ഥർ. തുടർന്നാണ് മമത അതിനിർണായകമായ അമിത്ഷായുടെയും BJPയെയും പ്രതിരോധത്തിലാക്കി ആഞ്ഞടിച്ചത്. ഇനി ബംഗാളിൽ രാഷ്ട്രീയ പോരാട്ടം കത്തിക്കയറും. BJP കുതന്ത്രങ്ങളുടെ ചതിക്കുഴികളിൽ രാഷ്ട്രീയ എത്തിക്സുകൾ വലിച്ചെറിഞ്ഞ് BJP ഏത് വിധേനയും ബംഗാളിൽ നുഴഞ്ഞു കയറാൻ തുനിയുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. അമിത്ഷായെ വെല്ലുവിളിച്ച് മൂക്ക് കയറിയിട്ടതിന് പിന്നാലെ ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു മമതാ ബാനർജി. EDക്കെതിരെ കൊടുത്ത കേസും രണ്ടാമതായി കേന്ദ്രസേനയ്ക്കെതിരെയുമാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. നിയമ പോരാട്ടം കനപ്പിക്കുന്നതോടൊപ്പം തന്നെ BJPക്ക് എതിരായ പ്രതിഷേധവും കടുപ്പിക്കുകയാണ് മമത അവിടെ. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലും ജഗദീപിൻ്റെ വീട്ടിലും ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു കയറി രേഖകൾ കവർന്നെടുത്തു എന്നതാണ് കേസ്. കൂടാതെ ഐപാക്കും കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 കേസുകളും 14-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. വരും ദിവസങ്ങളിൽ ബംഗാളിൽ എന്ത് സംഭവിക്കുമെന്നതാണ് രാജ്യം നോക്കിക്കാണുന്നത്. ഏതായാലും BJP ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് എന്ന് വേണം കരുതാൻ. മമത കയ്യിൽ ഒതുക്കി വെച്ച ആ പെൺഡ്രൈവിൽ കേന്ദ്ര സർക്കാരിനെ പോലും ചുട്ടുപൊള്ളിക്കാൻ പോകുന്ന എന്ത് ലാഭയാണ് എന്നതും നമുക്ക് കാത്തിരിക്കാം. തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോഴാണ് BJPയുടെ ഈ കുതന്ത്രം എന്നതും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.